അങ്ങനെ അലീനയെ റൂമിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാരൊക്കെ വന്ന് മൊഴിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. പോലീസുകാരോട് നടന്ന സംഭവങ്ങളൊന്നും അല്ല അലീന പറയുന്നുണ്ടാവുക കേട്ടോ. അലീനയുടെ കയ്യിൽ നിന്ന് വെച്ച ഒരു അബദ്ധം എന്ന നിലയിലാണ് അലീന അത് പറയുന്നുണ്ടാവുക കേട്ടോ. രോഹിത്തിന്റെയോ ഹരിയുടെയോ പേരൊന്നും അലീന പറയുന്നില്ല. കാരണം അവർക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവണ്ട, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ മാനം പോണ്ട എന്നുള്ള ചിന്താഗതിയിലാണ് അലീന അങ്ങനെ ചെയ്യുന്നത്. കാരണം അലീന കൂടി ആ കുടുംബത്തിലെ ഒരു അംഗമാണല്ലോ. അപ്പൊ അവർക്ക് ഒരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ രക്ഷപ്പെടുത്തുകയാണ് ശരിക്കും അലീന ചെയ്യാട്ടോ. പക്ഷെ മനുവും ഇതേപോലെ തന്നെ ബാലേന്ദ്രനൊക്കെ സത്യങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ പോലീസുകാർ മൊഴിയെടുത്ത് പോയതിനു ശേഷം ബാലേന്ദ്രൻ പോലീസുകാരുടെ കൂടെ കുറച്ചു ദൂരം പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുന്നുണ്ട്. ഇങ്ങനെ പോലീസുകാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് ആ കുട്ടി പറഞ്ഞത്, കുട്ടിയുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിന് പറ്റിയതാണ്, കാല് വഴുതി വീണപ്പോ കയ്യിലുണ്ടായിരുന്ന കത്രിക വയറ്റി കുത്തി കയറുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. എത്രത്തോളം അതിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ചെറുതായിട്ടൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് റൂമില് അലീനയുടെ കൂടെ മനു വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നിരുന്ന മനു കൈയൊക്കെ അലീനയുടെ തലയിൽ തലോടുന്നു, കൈ വെച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്, അലീനയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനു പറയുന്നുണ്ട്, പോലീസുകാരോട് എന്തിനാ താൻ ഇങ്ങനെ ഒരു നുണ പറഞ്ഞത്, സത്യൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ കേട്ടോ. ശരിക്കും രോഹിത് തന്നോട് മോശമായിട്ട് പെരുമാറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന കരഞ്ഞുകൊണ്ട് മനുവിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം മനുവിനോട് മാത്രം ഒന്നും ഒളിച്ചു വെക്കാൻ അലീനയ്ക്ക് കഴിയില്ല കേട്ടോ. അപ്പൊ മനുവിനോട് കാര്യങ്ങളൊക്കെ അലീന പറയുമ്പോൾ സാരല്ല, വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അലീനേനെ മനു ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് കേട്ടോ, താൻ എന്തിനാണോ ഇങ്ങനെ സഹിക്കുന്നത്, ഇതൊക്കെ തനിക്ക് പോലീസിനോട് തുറന്നു പറയാറുന്നില്ലേ കാര്യങ്ങളൊക്കെ, എന്തിനാണ് അവരെ രക്ഷിക്കാൻ നോക്കിയത് നീന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന പറയുന്നുണ്ട്, അവരെ ഞാൻ എന്റെ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് കാണുന്നത്, പക്ഷെ അവരെന്നും എന്നെ അങ്ങനെയല്ല കാണുന്നത് എന്ന് പറയാണ് കേട്ടോ. എനിക്ക് എല്ലാവരും എന്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ്. എന്റെ അനുജന് അനിയത്തി എന്ന രീതിയിലാണ് ഞാൻ അവരെല്ലാരെയും കാണുന്നത്. അവരെങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അവരെ ഒറ്റ കൊടുക്കുക, എനിക്കതിന് പറ്റില്ല മനുവേട്ടാ. ഇനി എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും അത് ഞാൻ ആ വീടിന്റെ ഉള്ളിൽ ഒതുക്കുള്ളൂ, അല്ലാതെ പുറത്തൊരാളത് അറിയാനോ അല്ലെങ്കിൽ മാഡത്തിന്റെയും സാറിന്റെ കുടുംബത്തിന്റെ ചീത്തപ്പേര് വരുന്ന രീതിയിലൊന്നും ഞാൻ പ്രവർത്തിക്കില്ല. അപ്പൊ മനു ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്താ കുടുംബത്തോട് ഇത്ര കമ്മിറ്റ്മെന്റ് എന്ന് ചോദിക്കുമ്പോ, കമ്മിറ്റ്മെന്റ് ഒന്നല്ല, ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിനോടുള്ള ആത്മാർത്ഥത അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന, അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മനു. അപ്പോ അലീന, വേറെ എന്താ അത്ര തന്നെ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. എന്നോട് താനൊന്നും വിളിക്കണ്ട, തന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് തന്നെ ഞാൻ നികിതത്തിന് കൂട്ടിക്കൊണ്ടുവന്നതും മുത്തശ്ശിയുടെ കൂടെ നിന്നെ നിർത്തുന്നതും ഒക്കെ നിന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണെന്ന് പറയാൻ കേട്ടോ. അപ്പൊ അലീനയ്ക്ക് പെട്ടെന്നൊരു അത്ഭുതം തോന്നുകയാണ് കേട്ടോ. എന്താ മനുവേട്ട ഇങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ മനു ഇങ്ങനെ അലീനയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ വൈജയന്തിയുടെ മകളാണ് എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, മുത്തശ്ശൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞതിന് ശേഷമാണ് മുത്തശ്ശൻ തന്നെ കൈവിടരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. തന്റെ കൂടെ എന്തിനും ഏതിനും ഉണ്ടാവണം എന്നൊക്കെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശന് കൊടുത്ത വാക്ക് ഞാൻ ഒരിക്കലും പാലിക്കാണ്ടിരിക്കില്ല. താൻ വൈജയന്തിയുടെ മകളാന്നുള്ള കാര്യം ഞാൻ ആരോടും പറയില്ല. പക്ഷെ അതൊക്കെ എനിക്ക് അറിയാം. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ തന്നെ ആ വീട്ടില് കൊണ്ടു നിർത്തിയതും. പക്ഷെ അത് നിനക്ക് ഇത്രത്തോളം ദുരനുഭവങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ തനിക്ക് ഇത്രത്തോളം ആ വീട്ടിൽ സഹിക്കേണ്ടി വരുന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. എല്ലാവരും തന്നെ അത്രയും ഹാർഷായിട്ട് തന്നോട് പെരുമാറുന്നു, ഇങ്ങനെയൊക്കെ തന്നോട് ബിഹേവ് ചെയ്യുക. ആ വീട്ടിൽ നിനക്കൊരു സ്വാതന്ത്ര്യം ഇല്ല, ഒരു സമാധാനം ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒരു സുരക്ഷ നിനക്ക് ആ വീട്ടിലില്ല. ഇനി നിനക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നിനക്ക് ഞാൻ വേറെ ഏതെങ്കിലും ജോലി ശരിയാക്കി തരാം എന്നൊക്കെ മനു പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന പറയുന്നുണ്ട്, ഏയ് വേണ്ട മനുവേട്ട, ഞാൻ അവിടെ സന്തോഷത്തിൽ തന്നെ ജീവിക്കുന്നത്, എനിക്ക് അവിടെ ഒരു സമാധാനക്കുറവുമില്ല. പിന്നെ ഇപ്പോ ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ. ഒരു വേലക്കാരിയോട് പെരുമാറുന്ന പോലെ തന്നെ ഏത് വീട്ടിൽ ചെന്നാലും പെരുമാറുന്ന പോലെ തന്നെ അവിടെയുള്ളവർ എന്നോട് പെരുമാറുന്നത്, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ കുടുംബത്തിന്റെ കൂടെ, അല്ലെങ്കിൽ എന്റെ അമ്മയുടെയും സഹോദരങ്ങളുടെ ഒക്കെ കൂടെ കുറച്ചു കാലം ജീവിക്കാൻ പറ്റുന്നത് തന്നെ എനിക്ക് വലിയ ഭാഗ്യമാണ്. അത് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് വന്നത്. കൂടുതലൊന്നും ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയാണ് കേട്ടോ.
പിന്നെ മനുവേട്ടനൊക്കെ ഉണ്ടല്ലോ ഒരു ആശ്വാസത്തിനെന്നും പറയുന്നുണ്ട് കേട്ടോ പലീന. അപ്പൊ മനു പറയുന്നുണ്ട് വിഷമിക്കേണ്ട, തന്റെ കൂടെ എന്തിനും ഞാൻ ഉണ്ടായിരിക്കും, തനിക്കൊരു വിഷമം വരാൻ ഇനി ഞാൻ അനുവദിക്കില്ല എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മനു തലയിലൊക്കെ തലോടിയിട്ട് ഇങ്ങനെ ആശ്വസിപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ബാലേന്ദ്രൻ പുറത്തേക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടത് ബാലേന്ദ്രന് വല്ലാത്തൊരു അടിയാവും കേട്ടോ. അത്രയും വലിയ ഷോക്കാണ്. ഒന്നാമത് ആദ്യത്തെ ഷോക്ക് എന്ന് പറഞ്ഞാൽ തന്റെ മകൻ സഹോദരിയെ പോലെ കാണേണ്ട ഒരാളോട് ഇങ്ങനെ പെരുമാറി. ഇത്രയും നാളെ താൻ വളർത്തി വലുതാക്കിയ മകൻ ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഒരു സഹോദരി അല്ലെങ്കിൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം തന്റെ മകന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നറിയുന്നത് ബാലേന്ദ്രന് വല്ലാത്തൊരു തിരിച്ചടിയാണ്. അതിനപ്പുറം തന്റെ വീട്ടില് ഇത്രയും നാളും സെർവന്റ് ആയിട്ട് നിന്നിരുന്ന കുട്ടി തന്റെ ഭാര്യയുടെ കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്ന ബന്ധത്തിൽ അവൾക്ക് ജനിച്ച കുട്ടിയാന്ന് അറിയുന്നത് ഒരു ഭർത്താവിന് സഹിക്കുന്ന കാര്യമല്ല. അതും ബാലേന്ദ്രന് സഹിക്കാൻ പറ്റുന്നതല്ല. വൈജയന്തിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ബാലേന്ദ്രനെ വിഷമിപ്പിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് സ്വന്തം മകളോടാണ് വൈജയന്തി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ആലോചിക്കുമ്പോൾ മറ്റൊരു വിഷമം കേട്ടോ. ആകെ ഒന്നിനു മേലെ ബാലേന്ദ്രന്റെ അടികൾ കിട്ടിക്കൊണ്ടേയിരിക്കാണ് കേട്ടോ. അതൊന്നും ബാലേന്ദ്രന് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല കേട്ടോ. തന്നെ എല്ലാരും കൂടി ചതിക്കുകയായിരുന്നു. അപ്പൊ ഇത്രയും കാലം താൻ പൊന്നുപോലെ സ്നേഹിച്ചിട്ട് തന്റെ ഭാര്യ കൂടി തന്നെ ചതിക്കുകയായിരുന്നു. 23 വർഷക്കാലം തന്റെ കൂടെ ജീവിച്ചിരുന്ന ഭാര്യയ്ക്ക് വേറൊരു കുട്ടിയുണ്ട്, വേറൊരു ബന്ധത്തിൽ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത് ബാലേന്ദ്രന് ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. അതൊന്നും ബാലേന്ദ്രന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അത് കേട്ട് ആകെ വിഷമിച്ചിട്ട് പുറത്തേക്ക് മാറി നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചു വീട്ടിലെത്തുന്ന ബാലേന്ദ്രന് വൈജിയോട് പഴയ പോലെ പെരുമാറാനൊന്നും പറ്റുന്നില്ല കേട്ടോ. പക്ഷെ തിരിച്ചെത്തുന്ന ബാലേന്ദ്രൻ നേരെ പോകുന്ന രോഹിത്തിന്റെ അടുത്തേക്കാണ്. രോഹിത്തിനോട് കണക്കിന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.